ഇൻഡോ ടിബറ്റൻ ബോർഡറല്ല, ബംഗ്ലാദേശ് ബോർഡറല്ല, കാശ്മീർ ബോർഡറല്ല. ഇത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന പുളിയൂർ ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡറാണ്. ഇവിടാണ് നിർബന്ധിത ഉത്തരവുകൾ നടപ്പാക്കുന്ന ചെക്ക് പോസ്റ്റ്. ഇതിനോടടുത്ത സമയം മുതൽ ഒരു വാഹനങ്ങളും കടത്തിവിടില്ല. സ്കൂളുകൾ ഇവിടുന്ന് 9 കിലോമീറ്ററിന് ശേഷമാണ് സ്കൂളുള്ളത്. ഏത് തരത്തിലാണ് സ്കൂൾ ടൈം ക്രമീകരിക്കുന്നതെന്നോ അല്ലെ പീക്ക് ടൈം എങ്ങനെ മുൻകരുതലെടുക്കേണ്ടതോ എന്ന് കൃത്യമായിട്ട് ഒരു അവലോകനം നടത്താതെയുള്ള ഉത്തരവാണ്. ചില വ്യക്തികളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം പാസ്സായിട്ടുള്ളത്. ജനാധിപത്യത്തിന് ഏറ്റവും ഉത്തമമായ കേരളത്തിലെ വാഹനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളുമാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യത്തിന് പരിഹാരം കാണുന്നതിനോ ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ എന്ന നിലയിൽ കൊല്ലം ജില്ലാ കളക്ടറോ ജില്ലയിലെ പോലീസ് മേധാവിമാരോ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കാര്യമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഈ നടപടിക്കെതിരെ നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ കൗതുകപരമായ കാര്യം. ഈ കിടക്കുന്ന വാഹനങ്ങൾ പുളിയറ പോലീസ് ചെക്ക് പോസ്റ്റ് വരെ ആണ് വണ്ടി തടഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ മുതൽ എവിടെ വേണമെങ്കിലും വാഹനങ്ങൾ ഓടുകയും ചെയ്യും. അതിലെന്താണ് ഉദ്ദേശശുദ്ധി? മിക്കവാറും ഉള്ള എല്ലാ ഡ്രൈവർമാർക്കും ഈ നടപടി തൊഴിൽ ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഉടനെ വ്യക്തമാക്കുന്നതാണ്.